വലിയ പണം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുത് എന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ മിനിസ്റ്റർ അടക്കമുള്ള ഇവരുടെ ആരുടെയും കയ്യിലല്ല ഇനിയുള്ള കേരളം. പിന്നെ അവിടെ ഒരു യുവജനോത്സവത്തിലും മത്സരിക്കാൻ പോയിട്ടില്ലാത്ത MLA ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് MLA ആവും. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. ായ ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഇത്രയും കായികമായിട്ട് നമ്മുടെ ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ജയിച്ചു പോയി.